ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. പേര് പോലെ തന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് പാലാണ്. കൂടുതലപ്പോൾ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ആ 1 ലിറ്റർ പാലിനുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ 1 ലിറ്റർ പാല് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ 1 ലിറ്റർ പാല് ഞാനിവിടെ ഇതേപോലെ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പാല് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ച് എടുക്കണം. അപ്പോൾ ഈ 1 ലിറ്റർ പാൽ എന്നുള്ളത് നമുക്കൊരു 1/4 ലിറ്റർ പാലാക്കിയിട്ട് കുറുക്കി എടുക്കണം. ഇത് നല്ലപോലെ വറ്റി വരുന്ന സമയത്ത് മാത്രം നമുക്ക് ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പാല് തിളപ്പിക്കാൻ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, പാല് തിളച്ച് തൂവി പോവാതിരിക്കാനും അതേപോലെ തന്നെ നമുക്ക് അടിയിൽ പിടിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇടയ്ക്കൊന്ന് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി പാല് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട്. അങ്ങനെ പാല് നമുക്കൊന്ന് നല്ലപോലെ വറ്റി വരുന്ന ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം. അപ്പോൾ പാലിപ്പോൾ ഇവിടെ ഒരു 1/4 ലിറ്ററോളമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത വശം പാല് ഒന്ന് പിരിയും. നമുക്കറിയാമല്ലോ, പാലിലൊക്കെ പുളിയുള്ള സാധനങ്ങൾ ഒഴിച്ചു കൊടുത്താൽ നല്ലപോലെ ഒന്ന് പിരിയുന്നുള്ളത്. അപ്പോൾ പാലിപ്പോൾ ഇവിടെ ഒന്ന് പിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊണ്ടിരിക്കുക. ചെറുനാരങ്ങ നീര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാൽ അങ്ങനെ തിളച്ച് തൂവി പോകുന്നില്ല. അപ്പോൾ പാല് നമ്മളിപ്പോൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം പാല് നമുക്കിതാ ഇതേപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർക്കണം. അപ്പോൾ ഇനി നമുക്ക് ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യാണ്. ഞാനിവിടെ ബട്ടറാണ് കേട്ടോ ഒരുക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ ഞാനിവിടെ ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. അതിന് പകരം നെയ്യാണെങ്കിലും ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട്, ഇപ്പോൾ നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചപ്പോൾ പാല് പിരിഞ്ഞിട്ട് അതിലൊരു വെള്ളം പോലെ ഇപ്പോൾ കാണുന്നുണ്ട്. ആ വെള്ളം ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പാല് വെള്ളവും ഇതുമായിട്ട് ഒന്ന് മാറും. ആ വെള്ളം, അപ്പോൾ ഇതിലൊരു വെള്ളം പോലെ നമ്മൾ കാണുന്ന വെള്ളം കൂടി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇനി ഇവിടെ കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റാനുണ്ട്. ആ വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ നമ്മളിതൊന്ന് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും ഒന്ന് നല്ലപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഈ സമയത്തൊന്നും ഹൈ ഫ്ലെയിം വേണ്ട, ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിൽ നെയ്യ് തടവി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ആ പാത്രത്തിൽ ഒരു നെയ്യ് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും തടവി കൊടുത്തിട്ട് വേണം നമ്മൾ മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കണം. പിന്നെ ഇത് ഒരുപാട് ഉണ്ടായിരിക്കില്ല. 1 ലിറ്റർ പാല് നമ്മൾ വറ്റി വരുമ്പോൾ ഏകദേശം ഒരു 4 പീസിനൊക്കെ ഇത് തികയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അധികം അളവിൽ വേണമെന്ന് വെച്ചാൽ കൂടുതൽ അളവിൽ പാലെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തിരിച്ചിട്ടിട്ട് നമുക്ക് ഇത് ആവശ്യമുള്ള പോലെ നമുക്ക് മുറിച്ചെടുക്കാം. പക്ഷെ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം വേണം കേട്ടോ ആ പാത്രം നമുക്ക് തിരിച്ചിട്ടിട്ട് മുറിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര ഇത് സെറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമ്മൾ മുറിച്ച് നമുക്ക് സെർവ് ചെയ്യാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം.